വരുമ്പോൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഏതാനും ആശയങ്ങൾ പങ്കുവയ്ക്കട്ടെ. സമത്വ വിരുദ്ധമായ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ കാലഘട്ടത്തിലേക്ക് ഹൃദയത്തിൽ വിശുദ്ധിയുടെ സുവർണ മുദ്രയുള്ള ഒരാൾ പ്രവേശിക്കുന്നു. ജീവിതത്തിൽ ഒരു അവധൂത പാത തിരഞ്ഞെടുത്ത യുഗപ്രഭാവനായ സന്യാസി വര്യൻ സഞ്ചരിച്ച ദൂരങ്ങൾ ആധുനിക കേരളത്തിലേക്കുള്ള കല്ലും മുള്ളുമില്ലാത്ത വഴിയായി. മനുഷ്യാർഗ സീമയിൽ മാടപ്പിത്തുമണിയിച്ച ചങ്ങലക്കെട്ടുകളെ തകർത്തെറിഞ്ഞ് ജാതി ശാസനകളെ ചുട്ടരിച്ച് അവകാശങ്ങളും അറിവും നേടാനുറച്ച് തങ്ങളുടെ വിശപ്പുപുരകളിൽ നിന്നും ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും മനുഷ്യ സ്നേഹത്തിന്റെ ആ വലിയ തണലിലേക്ക് ആനയിക്കപ്പെട്ടു. അധികാര സോപാനങ്ങളിൽ നടത്തിയ നേരിട്ടുള്ള പോരാട്ടങ്ങളുടെ ഒരു ജനതയെ ആത്മാഭിമാനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ പതിറ്റാണ്ടുകൾക്കിപ്പുറവും ആ ജനതയുടെ ചിന്തകളിൽ ഉണർന്നിരിക്കുന്ന മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് പഠിപ്പിച്ച മഹാഗുരു ശ്രീ നാരായണ ഗുരുദേവൻ. നാണുവാശാനിൽ നിന്നും ശ്രീ നാരായണ ഗുരുവിലേക്കുള്ള പ്രയാണം ചരിത്രത്തെ മാറ്റിമറിച്ചൊരു മഹാസഭയാണ്. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇന്ന് സദാപി ചെയ്തിടുന്നു ജഗതീ നിമ്മതമേകമെന്നു ചിന്തിച്ചകമണയാതക താരമർത്തിടേണം. എല്ലാവരും എല്ലായ്പ്പോഴും ആത്മസുഖത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. വാസ്തവത്തിൽ എല്ലാ മതങ്ങളും ആ ലക്ഷ്യത്തിലെത്താനുള്ള മാർഗങ്ങൾ തന്നെയാണ്. ലക്ഷ്യമറിയാതെ മാർഗത്തെ കുറിച്ച് മേനി പറഞ്ഞ് തമ്മിലടിക്കുന്ന ജനതയെ ബോധമുള്ളവരാക്കി തീർക്കുവാനാണ് ശ്രീ നാരായണ ഗുരുദേവൻ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത്. എന്നാൽ 100 വർഷം കഴിഞ്ഞിട്ടും മനുഷ്യൻ നന്നായോ എന്ന ചോദ്യം ഉയർന്നു തന്നെ നിൽക്കുന്നു. ആലുവ സർവമത സമ്മേളനം വ്യക്തികളും മതങ്ങളും തമ്മിലുള്ള സാഹോദര്യത്തിന്റെയും സമവായത്തിന്റെയും പുതിയൊരു അധ്യായമായിരുന്നു. അതിൽ പങ്കെടുത്തവർ ആത്മീയതയുടെ യഥാർത്ഥ ലക്ഷ്യം മനുഷ്യ സേവനമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ആത്മീയതയുടെ ദൗത്യം എന്താണെന്നും വ്യക്തമാക്കി. ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച് സത്യവ്രത സ്വാമി ചെയ്ത സ്വാഗത പ്രസംഗം ശ്രദ്ധേയമാണ്. മതങ്ങളല്ല, മറിച്ച് മത പുരോഹിതന്മാരാണ് ഭിന്നിപ്പുകൾ വർദ്ധിപ്പിക്കുന്നതെന്ന് അതിൽ സൂചിപ്പിച്ചു. ജ്ഞാനോപദേശം ചെയ്യുക എന്നുള്ളിടത്തോളം കൊണ്ട് മതനിമിത്തമായുള്ള ഭിന്നിപ്പുകൾ പുരോഹിതന്മാരുടെ ജോലി അവസാനിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ജനസമുദായത്തിൽ ഇത്രമാത്രം അസ്വാസ്ഥ്യ കാരണമായി തീരുകയില്ലായിരുന്നു. മഹാത്മാക്കളായ മതസ്ഥാപകന്മാർ പാരത്രികമായ മോക്ഷ സാധനത്തിന് ഉപയോഗിച്ച ആധ്യാത്മജ്ഞാനം കേവലം ലൗകികമായ സമുദായ ശക്തി വർദ്ധിക്കാനായി പുരോഹിതന്മാർ ഉപയോഗിച്ചു തുടങ്ങി. രാജാക്കന്മാരുടെ സാമ്രാജ്യമോഹം യുദ്ധങ്ങൾക്കും ചിത്രങ്ങൾക്കും ഇടവരുത്തുന്നത് പോലെ തന്നെ മതാധ്യക്ഷന്മാരുടെ മതസാമ്രാജ്യമോഹവും യുദ്ധങ്ങൾക്കും ചിത്രങ്ങൾക്കും ഇടവരുത്തുന്നു. ഈ അവസ്ഥയിൽ നിന്നും മനുഷ്യ സമുദായത്തിന് മോചനം ലഭിക്കണമെങ്കിൽ മതം ഒരു സമുദായ കാര്യമെന്ന നിലവിട്ട് അത് കേവലം ഒരു അധ്യാത്മ കാര്യമായി തീരണം. ഈ വാക്കുകൾ എക്കാലത്തും പ്രസക്തമാണ്. സർവമത സമ്മേളന കവാടത്തിൽ ആനത്തലയോളം വലുപ്പത്തിൽ ഓമെന്നും വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണെന്നും എഴുതി വെക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ നിർദ്ദേശിച്ചു. സമ്മേളന അവസാനമുള്ള ശ്രീനാരായണ ഗുരുവിന്റെ പ്രഖ്യാപനവും ശ്രദ്ധേയമാണ്. എല്ലാ മതങ്ങളുടെയും പരമോദ്ദേശം ഒന്നാണെന്നും ഭിന്നമതാനുയായികൾ തമ്മിൽ കലഹിച്ചിട്ട് കാര്യമില്ലെന്നും ഈ മതവാ സമ്മേളനത്തിൽ നടന്ന പ്രസംഗങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ നാം ശിവഗിരിയിൽ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മഹാപാഠശാല സ്ഥാപിക്കുന്നതാണ്. സമ്മേളനത്തിൽ ജസ്റ്റിസ് ടി സദാശിവയ്യർ തമിഴിലും സത്യവ്രത സ്വാമി മലയാളത്തിലും സംസാരിച്ചു. കെ കുരുവിള ക്രിസ്തുമതം, മഞ്ചേരി രാമയ്യർ ബുദ്ധമതം, സാധു ശിവപ്രസാദ് ബ്രഹ്മസമാജം, പണ്ഡിറ്റ് കൃഷ്ണ മാന്യ സമാജം, മുഹമ്മദ് മൗലവി ഇസ്ലാം മതം, എബ്രഹാം സേലം യഹൂദമതം എന്നിവയെ കുറിച്ച് പ്രഭാഷണങ്ങൾ നടന്നു. ഡോക്ടർ പൽപ്പു ടി കെ മാധവൻ, സഹോദരയ്യപ്പൻ, സി വി കുഞ്ഞിരാമൻ, മിതവാദി കൃഷ്ണൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. മതങ്ങളുടെ അന്തസത്ത മനസ്സിലാക്കി ഐക്യത്തോടെയും സഹവർത്തിത്വത്തോടെയും മുമ്പോട്ട് പോകണമെന്ന ആശയമാണ് സർവ
നന്ദി. ഗുരുദേവധർമ്മം ജയിക്കട്ടെ.